ഇങ്ങോട്ട് നോക്ക്, എൻ്റെ അമ്മയുടെ ബുദ്ധിയാണിത്. കാണാതെ പോവല്ലാരും, ഇതാരും കാണാതെ പോവരുത്. ഈ പൂവിനെ കണ്ടോ നിങ്ങൾ? എന്താ വണ്ടീനെ തേടി ഞാൻ പൂവിൻ മുട്ട്, നീ വന്നിരിക്കാവോ? പാവം തോന്നണം കേട്ടോ. ഇത് രാത്രി 12 അതിനെ ഈ പാടുപെടുത്തി വെച്ചിരിക്കുന്നത്. ഈ ഒരു മുറിവാണ്. മുറിവിനെ കാണാൻ പറ്റുന്നില്ലല്ലോ. എന്താ ഇതാണ് മുറിവ്. അമ്മ മഞ്ഞപ്പൊടി തേച്ച് അതിനെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി കുട്ടികളെ കാണിച്ചു തരാം. വാവ്, എന്നെ കറുപ്പിന് മാത്രം ഉറക്കമില്ല. എന്നെ പോലെ ഇതെന്തിനാണ് സംഭവം? നീ ഉറങ്ങുന്നില്ലേ? നീ ഉറങ്ങുന്നില്ലേ? നേരെ വെളുക്കുന്നേരെങ്കിലും ഇല്ല പൊന്നപ്പി. ഈ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ പറഞ്ഞു തന്നെ. ഇത് ഉറക്കം എണീക്കുന്നില്ലേ? അമ്മ വന്നു. നമുക്ക് എന്ത് ചെയ്യാം, ഇനി അപ്ഗ്രേഡ് ചെയ്യാനുള്ള സമയമായി. നമ്മൾ വലിയ പെട്ടി, ചെറിയ പെട്ടിയിൽ നിന്ന് വലിയ പെട്ടിയിലേക്ക് പോവാം ഗൈസ്. വരൂ. അല്ലാതെ ഈ കഴുത്ത് വെച്ചോണ്ടായി നീ കുടുക്കപ്പെട്ടിയിൽ കിടക്കാൻ. അമ്മേ must come back. അയ്യോ ഓക്കെ. അപ്പോൾ നമ്മൾ അതിനെ സെറ്റിൽമെന്റ് ചെയ്തു. വണ്ടീനെ തേടി. അയ്യോ എനിക്ക് എന്താ ഇതിനെ കാണുമ്പോഴേ അതാണ് ഓർമ്മ പറഞ്ഞത്. കുട്ടികളെ നോക്കാം, പക്ഷെ നീ നക്കരുത്. ഇവനൊക്കെ സന്തോഷമായി, വലിയ സ്ഥലമായി ഓടിക്കളിക്കാനൊക്കെ. ഉണ്ടോ ഇത്രയും വലുത്. ഇപ്പൊ കളിക്കാനൊക്കെ ഒരുപാട് സ്ഥലം കിട്ടി അതുങ്ങൾക്ക്. ഇത് കണ്ടോ, കുഞ്ഞു പെട്ടിയായിരുന്നു. ഇതിപ്പോ നമ്മൾ രണ്ടാമത് വാങ്ങിച്ചതാണ്. അതിനും ഉറക്കം വരുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇടുന്ന ഓരോ മെസ്സേജ് കാരണമാണ് ഞങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്ത് ഇതുവരെ എത്താൻ പറ്റിയത്. ഇത് സത്യം പറഞ്ഞാൽ ഇത്തിരി യൂസ്ഫുൾ ആണ് കേട്ടോ. ഇപ്പോൾ രാത്രി അമ്മ ഇത്രയും ഐഡിയ വെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. 12:30 ഇപ്പോൾ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും എല്ലാവരുടെ കമന്റിനും അത് തന്നെ. നിങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മൾ രാത്രി ഇപ്പോൾ കമന്റ് വായിച്ചപ്പോഴാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് റിപ്ലൈ വരാത്തതല്ല. നമ്മൾ ഓരോ ഐഡിയ കിട്ടുമ്പോഴും വരൂ ഓടിപ്പോവാം നമുക്കത് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് നമ്മൾ റിപ്ലൈക്ക് പോലും നിൽക്കാതെ എന്ത് ചെയ്യാണ്, നമ്മളത് ചെയ്ത് നോക്കാൻ നിൽക്കുകയാണ്. ഇപ്പം കിട്ടിയ റിപ്ലൈക്ക് ആണ് ഇത് ചെയ്തത്. എന്തായാലും അത്രയൊന്നും ആവില്ല. എന്തായാലും അത് ഒരെണ്ണം വാങ്ങിക്കണം. അതിന് മുമ്പ് ഇവിടെ വാങ്ങിക്കണതിന് വരെ എന്താ പറയുക, ഇത് കൊള്ളാമെന്ന് തോന്നി. ഓൺലൈനിലാണെങ്കിൽ കിട്ടുമ്പോൾ ഒരാഴ്ച പിടിക്കും. പിന്നെ ഇനി കടയിൽ പോയി വാങ്ങിക്കുവാണെങ്കിലും ഇവിടെ ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. നമുക്ക് എന്താ പറയണം, TVMലോ അങ്ങോട്ട് വല്ലതും പോകുമ്പോഴേ കിട്ടത്തുള്ളൂ. സോ ജസ്റ്റ് ഫൈൻ. ഇത് കുഴപ്പമില്ല, ഇത് നക്കുന്നില്ല. ഇത് കുട്ടികളെ മാത്രം ഇപ്പം നക്കി അതിൻ്റെ ആ ഒരു ഇത് ഫ്രസ്ട്രേഷൻ തീർക്കുന്നുണ്ട് പാവങ്ങൾ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ചാനലിലും ഇതുപോലെയുള്ള കുറേ ടിപ്പ് തന്നതിന് ഒരുപാട് നന്ദി. ഞാൻ മെസ്സേജ് കണ്ടിട്ട് റിപ്ലൈ തരാത്തതല്ല, ഇതാണ് സംഭവം. കണ്ടോ, മാക്സിമം ഇങ്ങനെയായി. അപ്പോൾ ഇതാണ് നമ്മുടെ പിള്ളേർ പാല് കുടിച്ച് ഉറങ്ങാനുള്ള ടൈമായി. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഒരുപാട് ക്രൂവലാവാത്തതെന്ന് വെച്ചാൽ ക്രൂവലല്ല, ഒരുപാട് നമ്മൾ ചികിത്സിക്കാനൊന്നും അങ്ങനെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകാത്തതെന്ന് വെച്ചാൽ കുട്ടികൾ കാരണമാണ്. പേടിയാണ് നമുക്ക്. വല്ലതും പറ്റിയാൽ നമുക്ക് ഇതിന് ഒറ്റയ്ക്ക് 3 എണ്ണത്തിന് എങ്ങനെ നോക്കാൻ പറ്റും ഗൈസ്? പാവം അമ്മ നോക്കണ പോലെ ഒന്നും നമുക്ക് നോക്കാൻ പറ്റുകയൊന്നുമില്ല. അപ്പം ഇതാണ് അവസാന അപ്ഡേറ്റ്. പാവം കണ്ട, ഇതിനൊട്ടും വയ്യ കണ്ടോ.
പിള്ളേരെല്ലാം ഇവിടെ കളിച്ചുകൊണ്ട് കിടക്കുന്നു. അത് കണ്ടോ, ഒട്ടും വയ്യാണ്ട് കിടക്കുവാണ്. പാല് കൊടുക്കാൻ കിടക്കണായിരിക്കും. ഗൈസ് കണ്ടോ, ഇവൻ മാത്രമാണ് കള്ളൻ ഈ കുടുംബത്തിൽ. കൊണ്ടു ബാക്കി 2 എണ്ണവും പാവമാണ്, വലിയ സീനില്ല. പാലൊന്നും കാണാനൊന്നും കിട്ടാത്തോണ്ട് അതുങ്ങൾക്ക് വലിയ സീനില്ല. പക്ഷെ ഇവനെ കണ്ടോ ഏത് ഉറക്കമാണ്. കണ്ണു കുടിച്ച് പാല് കുടിക്കണ ഐറ്റമാണ്. അല്ല, കണ്ണടച്ച് പാല് കുടിക്കണ ഐറ്റമാണ്. ഡിസ്റ്റർബ് ചെയ്യാതെ കടിക്കണോക്കെ എന്നെ. ഇത് പാലല്ല. മുറിവ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് ചൂടുവെള്ളമൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതൊക്കെ മാറ്റിയിട്ടാണ് കൈകൊണ്ട് തൊടുന്നത്. അതുകൊണ്ട് അമ്മ ഞങ്ങളെ മക്കളെ പോലെ തന്നെയാണ് പൂച്ചയെ നോക്കണത്. അതുകൊണ്ട് കൈകൊണ്ട് ചെയ്യണമെന്നും പറഞ്ഞ് ആരും ഒന്നും വിചാരിക്കേണ്ട. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത് ആരോ പറഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് ഇതുപോലെ എന്താ പറയുക മഞ്ഞപ്പൊടിയും വേപ്പും വെച്ച് ചെയ്യുന്നത്. ഇപ്പം മുറിവ് ആദ്യത്തെക്കാളും നല്ല എന്താ പറയുക മാറ്റമുണ്ട്. അപ്പം ഒരുപാട് ടിപ്സുകൾ പറഞ്ഞു തന്ന ഒരുപാട് പേർക്ക് ഒരുപാട് നന്ദിയുണ്ട്. റിപ്ലൈ തരാത്തതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത്, ഞാൻ എന്തായാലും റിപ്ലൈ ഓരോന്നിനും തരുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.